ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളത്തോട്ടത്തിലും അതല്ലെങ്കിൽ നമ്മുടെ പച്ചക്കറിത്തോട്ടം, നമ്മുടെ പൂച്ചെടികൾ ഇതെല്ലാം തിന്ന് നശിപ്പിക്കുന്ന കീടങ്ങളെ എങ്ങനെ നശിപ്പിക്കാം, അവയ്ക്കുള്ള നല്ലൊരു ജൈവ കീടനാശിനി ഏതാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മളെ വീട്ടിൽ നട്ടു വളർത്താറുള്ള ചെടികളാണ് വെള്ളരി, പടവലം, പാവയ്ക്ക, മത്തൻ. ഇതൊക്കെ എളുപ്പം നട്ടുപിടിപ്പിക്കാവുന്ന ചെടികളാണ്. പക്ഷേ നട്ടുപിടിപ്പിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതിൽ ധാരാളം കീടങ്ങൾ വന്നുകൂടും. ഇതിൻ്റെ ഇലയുടെ അടിയിലായിട്ട് കീടങ്ങൾ വന്നുകൂടി മുട്ടയിട്ട് അതിൽ കായ്കൾ വരുമ്പോൾ ആ കായ്കളുടെ നീരൂറ്റി കുടിച്ച് കായ്കളെല്ലാം നശിച്ചു പോകുന്നതാണ് സാധാരണ കാണാറ്. കാരണം ഇതിൽ പെൺപൂവ് ഉണ്ടാകുന്ന സമയത്താണ് ധാരാളമായിട്ട് ഈ കീടങ്ങൾ വന്നു കൂടുന്നത്. എന്നിട്ട് അതിൽ കായകൾ വരുമ്പോൾ ആ കായകൾ വന്ന് തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ നീരൂറ്റി കുടിച്ച് കായകളെല്ലാം അപ്പോൾ തന്നെ നശിച്ചു പോകുന്നു. അപ്പോൾ ഇതിന് ഉപയോഗിക്കേണ്ട നല്ല ഫലപ്രദമായിട്ടുള്ളൊരു ജൈവ കീടനാശിനി ഞാനിവിടെ ഏതാണ് ഉപയോഗിക്കുന്നത് അതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇതാ വെള്ളരി ആയാലും മത്തനായാലും അതിൻ്റെ ഇലകൾ കണ്ടില്ലേ, ഇങ്ങനെ കാർന്ന് തിന്ന് നശിപ്പിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ തക്കാളി ആണെങ്കിൽ അതിൽ ധാരാളം ചിത്രകീടങ്ങൾ നല്ലൊരു വെള്ള നിറത്തിൽ ചിത്രം വരച്ചിട്ടതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇലകളിൽ ചിത്രകീടങ്ങളാണ് അങ്ങനെ ആക്രമിക്കുന്നത്. അതുപോലെ തന്നെ മത്തനിൽ ഒരു തരം ചുവന്ന നിറത്തിലുള്ള പ്രാണി, വെള്ളരിയിലായാലും ചുവന്ന നിറത്തിലൊരു പ്രാണി കാണാം. ചേനയിലാണെങ്കിൽ ഒരു നീളത്തിൽ നല്ല വണ്ണത്തിൽ പുഴു ഉണ്ടാവും. അത് ഇലയുടെ അടിയിലാണ് ഉണ്ടാവുക. ഏകദേശം 3/4 ഭാഗം തിന്ന് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ആ പുഴുവിനെ കാണുന്നത്. കാരണം ഇലയുടെ അതേ നിറത്തിൽ തന്നെയാണ് ഇതിൽ പുഴുക്കൾ ഉണ്ടാവുക. അപ്പോൾ ഇവയെ എങ്ങനെ ഫലപ്രദമായിട്ട് തുരത്താം എന്നുള്ള 100% ജൈവമായിട്ടുള്ളൊരു കീടനാശിനിയാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതാ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇത്തരത്തിലുള്ള കീടങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ ചെടികളിൽ. അപ്പോൾ ഇതാ ഇങ്ങനെ ഇലയുടെ അടിയിലാണ് ഇത് വന്നിട്ട് കൂടുകൂട്ടി മുട്ടയിട്ട് പെരുകുന്നത്. അപ്പോൾ ഇവയെ നശിപ്പിക്കാനുള്ള കീടനാശിനി നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഇനി തയ്യാറാക്കാൻ നേരമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നൊരു കീടനാശിനിയാണ് കണ്ടുവെക്കും. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ജൈവ കീടനാശിനി. കണ്ടോ, നീം പെസ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് 100% ആയിട്ടും ജൈവമാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. നീം ഓയിൽ ചേർത്തിട്ടുണ്ട് 20%. നീം ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആര്യവേപ്പിൻ്റെ എണ്ണയാണ്. പിന്നെ വെളുത്തുള്ളി ഒരു 30% ചേർത്തിട്ടുണ്ട്. പിന്നെ പുകയിലയും 30% ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ബാർ സോപ്പ് 20% ചേർത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മിശ്രിതത്തിൻ്റെ അളവുകൾ. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇനി അങ്ങനെ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പരിചയപ്പെടുത്തുന്നത്. ഇത് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള വളങ്ങളൊക്കെ മേടിക്കുന്ന കടകളിൽ ചോദിച്ചു കഴിഞ്ഞാൽ ജൈവ കീടനാശിനി എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇത് ധൈര്യമായിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇത് 100 ml ഒരു ബോട്ടിലാണ്. അത് 50 ml 1 ലിറ്റർ വെള്ളത്തിലാണ് കലക്കിയെടുക്കേണ്ടത്. അതായത് ഇത് 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ്. ഈ ബോട്ടിലിൽ വെള്ളം എടുത്തിട്ട് ഏകദേശം ഇതിൻ്റെ പകുതി 100 ml എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഇതിൻ്റെ പകുതി നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഡൈല്യൂട്ട് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെടികളിൽ തളിച്ചു കൊടുത്താൽ മതി. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെടികളിൽ തളിച്ചു കൊടുക്കുമ്പോൾ വെയിൽ പോയതിന് ശേഷം വേണം തെളിച്ചു കൊടുക്കാൻ. ഒന്നുകിൽ വൈകുന്നേരം തെളിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ അതിരാവിലെ വെയിൽ വരുന്നതിന് മുമ്പായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കീടങ്ങൾ പറ്റിയിട്ടുള്ള ഇലകളുടെ അടിഭാഗത്താണ് കൂടുതലും ഈ കീടങ്ങൾ ഉണ്ടാവാറ്. അപ്പോൾ അതിലിങ്ങനെ അടിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇലകളുടെ അടിയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അപ്പോഴാണ് അതുങ്ങൾ പോവുള്ളൂ. പിന്നെ ഇതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഇല കരിച്ചിൽ, മഞ്ഞളിപ്പ്, കൊരടിക്കൽ, ഇലപ്പുഴു, വെള്ളീച്ച, കായീച്ച അങ്ങനെയുള്ള ചെടികളെ ഉപദ്രവിക്കുന്ന രോഗാണുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നതാണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒന്നാണ്. ഇതിൽ കണ്ടൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് തയ്യാറാക്കാൻ നേരെ ഇല്ലാത്ത ആൾക്കാർ അഥവാ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കിതൊന്നും അറിയില്ല, എങ്ങനെയാണ് ഇതിൻ്റെ അളവ് കാര്യങ്ങളൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ബോട്ടിൽ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിതാണ് ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളൂ. ഇത് എല്ലാവിധ പച്ചക്കറികൾക്കും അതുപോലെ തന്നെ പൂക്കളുണ്ടാകുന്ന ചെടികൾക്കും ഉപയോഗിക്കാവുന്നതാണ്. യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാത്തതാണ്. നമ്മുടെ വേപ്പിലയ്ക്കൊക്കെ എല്ലാവർക്കും ഇതുപോലെ തന്നെ കീടനാശിനി തളിക്കാൻ മടിയാണ്. കാരണം വേപ്പിലയാണല്ലോ നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ആ ഇലയിൽ തന്നെ അടിച്ചു കൊടുക്കാൻ മടിയായിരിക്കും എല്ലാവർക്കും. അപ്പോൾ ഇത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ആര്യവേപ്പും വെളുത്തുള്ളിയും പുകയിലും സോപ്പാണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ
മേടിച്ച് വെച്ചേക്കുക. നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഇത് മതി, നിങ്ങളുടെ അടുക്കളത്തോട്ടത്തിന് ഇത് ഉപയോഗിച്ചാൽ മതി. അപ്പം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ റൂട്ടിംഗ് ഹോർമോണിനെ കുറിച്ച് പറഞ്ഞിരുന്നു, അത് ഒരെണ്ണം വാങ്ങി വയ്ക്കുക. അപ്പം നമ്മുടെ പൂന്തോട്ടവും അല്ല നമ്മുടെ അടുക്കളത്തോട്ടമൊക്കെ നമുക്ക് നന്നായിട്ട് പരിപാലിക്കാനായിട്ട് ഇത് രണ്ടും എന്തായാലും അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.